പ്രിയമുള്ളവരെ, ക്രിസ്മസിന് ഒരുക്കമായി ചെറിയ നോൻപിൻ്റെ ഈ വലിയ കാലഘട്ടത്തിൽ പ്രവാസികളായി വിവിധ രാജ്യങ്ങളിലെ ജോലി ചെയ്യുന്ന എല്ലാവരെയും, ഇന്ത്യയിൽ കേരളത്തിലും ഈ ശുശ്രൂഷയുടെ ലിങ്കിലൂടെ കർത്താവിനെ സ്പർശിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ദിവ്യകാരുണ്യ ഈശോയുടെ തിരുസന്നിധിയിൽ അതീവമായ സ്നേഹത്തോടെ ഈ ആരാധനയുടെ കർത്താവ് മഹത്വപ്പെടുന്ന ഈ നിമിഷങ്ങളെല്ലാം അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ വരദകരം അണിപടർന്ന അത്ഭുതകരം നിങ്ങൾ ഓരോരുത്തരെയും സ്പർശിക്കണമേ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികൾക്കെല്ലാം ഈ ആരാധനയിലൂടെ ദൈവികമായ ഇടപെടലുണ്ടാകണം എന്നുള്ള ആഴമായ ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞങ്ങൾ 5 പേരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട എഡ്വേർഡ് ബ്രദറ്, ബഹുമാനപ്പെട്ട ഷാജൻ ബ്രദറ്, അതുപോലെ തന്നെ ജയേഷ് ബ്രദറ്, അമ്പിളി, അങ്ങനെ ഞങ്ങളെല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കൃപാസനത്തിൻ്റെ ശുശ്രൂഷകരായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി വന്നുകൊണ്ട് നിങ്ങളെ ഈശോ അഭിഷേകം ചെയ്യാൻ വേണ്ടി നമുക്ക് എഡ്വേർഡ് ബ്രദറിനെയും ഷാജൻ ബ്രദറിനെയും അതുപോലെ തന്നെ ജയേഷ് ബ്രദറിനെയും അമ്പിളിയെയും, അതുപോലെ ഞങ്ങളുടെ ക്യാമറയിൽ കുറേ സഹോദരൻ വർക്ക് ചെയ്യുന്നുണ്ട്. ടിജോ ബ്രദറുണ്ട്, ഇവിടെ കുഞ്ഞുവനുണ്ട്, എബ്രഹാം ഉണ്ട്. അതുപോലെ ഈ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ സമയത്ത് ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും, കാരണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ നിലനിർത്തിയാൽ തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങളെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളി ലഭിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട പ്രവാസ ജീവിതം നയിക്കുവാൻ ഇടവന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിവാഹം കഴിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലായിരുന്നു. അനേകം കുടുംബങ്ങൾ ഇതുപോലുള്ള നിരവധിയായ വിഷയങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്തവർ, അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത ദമ്പതികൾ, പ്രത്യേകിച്ച് പിണങ്ങിക്കഴിയുന്നവർ, കുടുംബത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾ, മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഈശോയാണ്. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഈശോയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പൂർവ്വപിതാവായ അബ്രഹാത്തിന് മക്കളെ നൽകി അനുഗ്രഹിച്ച ദൈവം, പൂർവ്വപിതാവായ അബ്രഹാത്തെ ഉയർത്തിയ ദൈവം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ഈ കൃപാസനം ശുശ്രൂഷയിൽ നമ്മൾ ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ: കർത്താവേ, ഞങ്ങൾക്ക് മുമ്പേ പോയവരെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. നമുക്ക് ജോസഫച്ചനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലുള്ള എല്ലാ ശുശ്രൂഷകരോടും ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രത്യേകിച്ച് ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലികളുടെ യോഗ്യതയാൽ, ഇവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധനകളുടെ യോഗ്യതയാൽ, ഇവിടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ നമ്മുടെ നിരവധിയായ വിഷയങ്ങളുടെ മേൽ ദൈവശക്തി കടന്നു വരുവാൻ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേക മക്കൾ വലിയ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗപീഠകളാൽ വിഷമിക്കുന്നവരുണ്ട്, കുരുങ്ങിക്കിടക്കുന്ന ജീവിത പ്രശ്നങ്ങൾ, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പേ പോയ അനേകർ, പ്രത്യേകിച്ച് ഈ ധ്യാനമന്ദിരത്തിൽ ഈ നാളുകളിൽ, കഴിഞ്ഞ നാളുകളിലൊക്കെ വന്ന ജനലക്ഷങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥനകളിൽ സ്വർഗം ഇടപെട്ടു എങ്കിൽ, വിശുദ്ധ കുർബാനയിൽ ഈശോ അവരുടെ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ദൈവശക്തി കടന്നു വരുന്ന നിമിഷമാണ്. നാം വിശ്വസിക്കുന്ന ഹൃദയത്തോടെയാണ് യേശുവിനെ ആരാധിക്കുന്നതെങ്കിൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, നമ്മുടെ വിഷമങ്ങൾ, നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരങ്ങൾ ഈശോയുടെ മുമ്പിൽ നമുക്ക് തുറന്നു വെക്കാം. പ്രത്യേകിച്ച് ഭർത്താവിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെക്കുറിച്ച് അസ്വസ്ഥത അനുഭവിക്കുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരപ്പെടുന്നവരുണ്ട്, പ്രത്യേകിച്ച് മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് തഴക്കദോഷങ്ങളുടെയും ബന്ധനത്തിൽ പെട്ടുപോയ അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മെ ആശീർവദിക്കുന്ന നിമിഷമാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്ന അനേക ആയിരങ്ങളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് വിശുദ്ധ കുർബാനയിലെ ഈശോയെ ആരാധിച്ചു കൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാം സൂമിലൂടെ ഇന്നേ ദിവസം യേശുവിനെ ആരാധിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുന്നത് നമ്മെപ്പോലെ തന്നെ പ്രവാസ ജീവിതം നയിക്കുവാനിടവന്ന ബൈബിളിൽ നമുക്കേവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയെയാണ് നാം ഈ നിമിഷം ആരാധനയിൽ ഓർക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്രഹാത്തിന് ദൈവത്തിൻ്റെ വിളി ലഭിക്കുമ്പോൾ ആ വിളിയെ അനുസരിക്കുവാനായിട്ട് ആ ദൈവമനുഷ്യൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളിയോട് മറുപടി പറയുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് ഈ ധ്യാനകേന്ദ്രം, പ്രത്യേകിച്ച് കൃപാസനം, ഈ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജോസഫ് അച്ഛൻ ദൈവത്തിൻ്റെ വിളിയോട് മറുപടി പറഞ്ഞപ്പോൾ ആ മറുപടിയാണ് ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളിയെ നാം ഏറ്റെടുക്കുമ്പോൾ, ആ വിളിക്ക് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ, ആ വിളിക്ക് നമ്മൾ അനുസരണം കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ വിഷയങ്ങളുമെല്ലാം അനുഗ്രഹിക്കപ്പെടും. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ യേശുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഈ ആരാധനയിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം നേരിട്ട ഓരോ വിഷയത്തിലും ദൈവം ഇടപെട്ടതുപോലെ, പ്രത്യേകിച്ച് പ്രവാസ ജീവിതം നയിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ അനുഭവിക്കുന്ന അനേക മക്കളെ നമുക്ക് ഈ ആരാധനയിൽ ഓർക്കാം. അബ്രഹാത്തെ ദൈവം വിളിച്ച് ദൈവം അബ്രഹാത്തെ അനുഗ്രഹിച്ചതുപോലെ തന്നെ ദൈവം നമ്മെയും അനുഗ്രഹിക്കും. വിശുദ്ധ കുർബാനയിലെ ആരാധനയിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ എല്ലാം ദൈവം ഏറ്റെടുക്കും. അബ്രഹാത്തെ ദൈവം അനുഗ്രഹിച്ചു, ഒരു വലിയ ജനതയായിട്ടുയർത്തി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ആ മനുഷ്യനെ ഉയർത്തിയതുപോലെ തന്നെ, പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന സാഹചര്യം, ദൈവം നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് കൊണ്ടുപോയ സ്ഥലം, ഈ സ്ഥലത്ത് നമ്മുടെ ജീവിതത്തിലും നിരവധിയായ വിഷയങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷനിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, നമ്മുടെ വിളിയെക്കുറിച്ച്, നമ്മുടെ ദൗത്യത്തെക്കുറിച്ച്, നമ്മളെ ദൈവം പ്രത്യേകം എന്ത് വിഷയത്തിന് വേണ്ടിയാണ് വേർതിരിച്ചിരിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമ്മൾ സ്വന്തമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ പൂർവ്വപിതാവായ അബ്രഹാത്തെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയതുപോലെ
അബ്രഹാത്തിൻ്റെ നിരവധിയായ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടതുപോലെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും ഈശോ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു വില കൊടുക്കുകയാണ്. നമ്മളതിനു വേണ്ടി സമയം മാറ്റിവെക്കുകയാണ്. നമ്മളിത് ആത്മാർത്ഥതയോടെയാണ് സമയം മാറ്റിവെക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മാർത്ഥത കാണുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ ആരാധനയിൽ ഈ ധ്യാനകേന്ദ്രത്തിനോട് ചേർന്ന്, പ്രത്യേകിച്ച് ഇവിടുത്തെ ശുശ്രൂഷകരോട് ചേർന്ന് നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കും. കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവം നമ്മളെ പ്രത്യേകം നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, പൂർവ്വപിതാവായ അബ്രഹാത്തെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജനതയായിട്ടുയർത്തും. ദൈവം അബ്രഹാത്തിനെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും അനുഗ്രഹിക്കുവാനായിട്ട് ഈ ആരാധനയുടെ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ മണിക്കൂറിൽ നമുക്ക് അബ്രഹാത്തെ ദൈവം ഏറ്റെടുത്തതുപോലെ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, നമ്മുടെ പരിമിതികളെ, നമ്മുടെ കുറവുകളെ എല്ലാം ദൈവം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാത്തിന് മക്കളില്ലായിരുന്നു. അതേപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട പുത്രന് ഒരു വധുവിനെ കണ്ടെത്തുവാനായിട്ട് തൻ്റെ ദാസനെ വിടുമ്പോഴൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പൂർവ്വപിതാവിനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. തൻ്റെ നിരവധിയായ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടതുപോലെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങളുടെ വിശ്വാസ പ്രതിസന്ധികളുടെ മേൽ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുന്ന ഒരു മണിക്കൂറാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കരങ്ങൾ വീശിക്കൊണ്ട് ഈശോയെ ആരാധിക്കുക. ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ആരാധിക്കുക. ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ഒന്ന് ഓർക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചപ്പോൾ, ദൈവത്തിൻ്റെ വിളി ലഭിച്ചപ്പോൾ സ്വന്തക്കാരെയും ബന്ധുക്കളെയും പിതൃജനങ്ങളെയും വിട്ടിട്ട് കാണിച്ചു തരാൻ പോകുന്ന നാട്ടിലേക്ക് വിശ്വാസത്താൽ യാത്ര ചെയ്ത വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ നമുക്ക് പ്രത്യേകം ഈ മണിക്കൂറിൽ ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുമൊക്കെ ദൈവത്തിൻ്റെ ചില പ്രത്യേക തിരഞ്ഞെടുപ്പ് കാരണമാണ് നമ്മളൊക്കെ പ്രവാസികളായി മാറിയത്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മുടെ യാത്ര പുറപ്പെട്ടത്. അതിനാൽ തന്നെ വിളി ലഭിച്ചു, വാഗ്ദത്തം ലഭിച്ചു, നമ്മൾ വേറെ ദേശങ്ങളിലേക്ക് ദൈവം പറിച്ചു നട്ടു. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വാസത്തോടെ കാത്തിരുന്ന് അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ വിളിയാണ്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥലം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ സ്വന്തം തീരുമാനമല്ല, അത് നമ്മുടെ സ്വന്തം ആഗ്രഹം അല്ല, അതിനുമപ്പുറം ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ അബ്രഹാം ഒരു ചോദ്യവും ചെയ്യാതെ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് നമ്മളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ
നമ്മൾ ജോലിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങൾ, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന പ്രയർ ഗ്രൂപ്പ്, നമ്മുടെ എല്ലാ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഭൂമുഖത്തുള്ള ജനത മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ അനുഗ്രഹിക്കും. തീരുന്നില്ല, നീ ഒരു അനുഗ്രഹമായി മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹമായി മാറുവാനായിട്ട്, പ്രത്യേകിച്ച് കൃപാസനം ശുശ്രൂഷകളോട് ചേർന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം, അബ്രഹാത്തിനെ അനുഗ്രഹിച്ച ദൈവം വലിയൊരു ജനതയായിട്ട്, ഭൂമുഖത്ത് വലിയൊരു സൈന്യമായിട്ട് അബ്രഹാത്തിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച അതേ ദൈവം തന്നെയാണ് നമ്മെയും അനുഗ്രഹിക്കുന്നത്. അതിനാൽ തന്നെ വിശ്വസിക്കുന്ന ഹൃദയത്തോടെ നമ്മൾ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത സാഹചര്യം, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനം, നമ്മുടെ പ്രിയപ്പെട്ടവർ, സഹപ്രവർത്തകർ, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ തീരുമാനത്തിനുമപ്പുറം ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. നാം ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതിനാൽ തന്നെ ദൈവം നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ളത് കൊണ്ട്, ദൈവം നമ്മളെ പ്രത്യേകം വേർതിരിച്ചിട്ടുള്ളത് കൊണ്ട്, നമ്മൾ ഇന്ന് ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അബ്രഹാത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വന്നതുപോലെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക്, നമ്മുടെ തൊഴിൽ മേഖലകളിലേക്ക്, കൃപാസനം ശുശ്രൂഷകളോട് ചേർന്ന് നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഹൃദയത്തോടെ, പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ഈ ആരാധനയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾ ഈ ആരാധനയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായ ഈശോ നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ തൊഴിൽ മേഖലകളെയും, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിനെയും, നമ്മുടെ പ്രവർത്തന മേഖലകളെയും, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരെയെല്ലാം അനുഗ്രഹിക്കും. അതിനാൽ തന്നെ വിശ്വസിക്കുന്ന ഹൃദയത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. എന്റെ കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ ദൈവം നമ്മോട് കൂടെ. ജീവിക്കുന്ന ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സമസ്തവും സമർപ്പിക്കാം. യോയി കാരിസ് ബൈബിൾ കൺവെൻഷനെ മുഴുവനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജെറമിയായുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ജെറമിയ അതിമനോഹരമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, നീ ജെറമിയായുടെ കളിമണ്ണ് ശാലയിലേക്ക് പോകണം. ദൈവം പറഞ്ഞതനുസരിച്ച് ജെറമിയ പോവുകയാണ്.
അവിടെ ചെന്നപ്പോൾ കുശവൻ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഓരോന്നായി ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുക. പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ഓരോ പാത്രങ്ങൾ ഉറ്റു നോക്കുക. പ്രവാചകൻ ഉറ്റു നോക്കുകയാണ്. നോക്കുമ്പോൾ അതിമനോഹരമായ പാത്രങ്ങൾ, ചില പാത്രങ്ങളിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത വിധം അതിമനോഹരമാണ്. ചിലത് ഓട്ട വീണു പോയിട്ടുണ്ട്, ചിലത് ചരിഞ്ഞു പോയിട്ടുണ്ട്, ചിലതെല്ലാം പകുതി വെച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ ഉറ്റു നോക്കുകയാണ്. എന്താണ് കുശവൻ ഈ പാത്രങ്ങൾ കൊണ്ട് ചെയ്യുന്നു? ഉറ്റു നോക്കുമ്പോൾ കുശവൻ ചെയ്തത് മനോഹരമായ പാത്രങ്ങളെയെല്ലാം മാറ്റി മാറ്റി വെച്ചിട്ട് ഈ പൊടിഞ്ഞുപോയ പാത്രങ്ങളുണ്ടല്ലോ, ഈ ഓട്ട വീണു പോയ പാത്രങ്ങളുണ്ടല്ലോ, ഈ ചരിഞ്ഞു പോയ പാത്രങ്ങളുണ്ടല്ലോ, ഈ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയ പാത്രങ്ങൾ എല്ലാം വീണ്ടും തൻ്റെ ചക്രത്തിലേക്ക് ഇട്ടുകൊണ്ട് അവൻ അവയെ പുനഃസൃഷ്ടി ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന UAE കാരിസ് ബൈബിൾ കൺവെൻഷനിലാണ്. UAEയിലുള്ള 7 സ്റ്റേറ്റ്സും ഒരുമിച്ച് ചേർന്ന് പങ്കുചേർന്ന ഈ കൺവെൻഷനിൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇതുപോലെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിത തകർച്ചയുടെ മേഖലകളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളുടെ മേഖലകളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വഴിവിട്ട ജീവിത സാഹചര്യങ്ങളുണ്ട്, നിങ്ങൾ തെറ്റായും മദ്യമാസ്മ ലഹരികൾക്ക് അടിമപ്പെട്ട ജീവിതങ്ങളുണ്ട്. ഇതിനെല്ലാം ദൈവമായ കർത്താവ് ഈ ബൈബിൾ കൺവെൻഷനിലൂടെ വീണ്ടും പുനഃസൃഷ്ടി ചെയ്തുകൊണ്ട് കുശവൻ എങ്ങനെയാണോ തൻ്റെ കളിമൺ പാത്രങ്ങളെ, ഉടഞ്ഞുപോയ പാത്രങ്ങളെ ചക്രത്തിലിട്ടുകൊണ്ട് അവയ്ക്ക് പുനഃസൃഷ്ടി നൽകുന്നത് പോലെ, ജീവൻ നൽകുന്നത് പോലെ, അവയ്ക്ക് ഭംഗി നൽകുന്നത് പോലെ നിങ്ങളുടെ തകർന്ന വ്യക്തിത്വങ്ങൾ, പൊടിഞ്ഞുപോയ വ്യക്തിത്വങ്ങൾ, ഇന്നലെയുടെ പാപങ്ങളിൽ പോയ വ്യക്തിത്വങ്ങൾ ദൈവമായ കർത്താവ് പുനഃസൃഷ്ടി ചെയ്യുകയാണ് ഈ ബൈബിൾ കൺവെൻഷനിലൂടെ. 1 വർഷക്കാലം നിങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞവരാണ്. വീണ്ടും ഈ വർഷത്തിൽ 2020 കൺവെൻഷനിലായിരിക്കുന്ന നിങ്ങളെ കർത്താവ് പുനഃസൃഷ്ടി ചെയ്യുകയാണ്. നമുക്ക് നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കണം. കർത്താവിനോട് പറയണം പുനഃസൃഷ്ടി ചെയ്യാനായിട്ട്. യോഹന്നാൻ 6:57 പറയും, ഞാൻ എൻ്റെ പിതാവ് മൂലം ജീവിക്കുന്നു, എന്നാൽ നിങ്ങളാകട്ടെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ കർത്താവ് നിൻ്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ആ ഈശോയിലേക്ക് നിന്നെ ഉറ്റുനോക്കാം, ആ ഈശോയിലേക്ക് ഉറ്റുനോക്കാം, ആ ഈശോയിലേക്ക് നിൻ്റെ സങ്കടങ്ങൾ മുഴുവനും സമർപ്പിക്കാം. കർത്താവേ, എന്നെ പുനഃസൃഷ്ടി ചെയ്യണമേ എന്ന് ഈശോയോട് പറയാം. കർത്താവേ, തിരുവോസിൽ ആടൂരനായിരിക്കുന്ന ദൈവമേ, എൻ്റെ തകർന്ന ജീവിതത്തെ പുനഃസൃഷ്ടി ചെയ്യണമേ, എൻ്റെ മക്കളുടെ ജീവിതത്തെ പുനഃസൃഷ്ടി ചെയ്യണമേ, എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തെ പുനഃസൃഷ്ടി ചെയ്യണമേ. തകർക്കപ്പെട്ട ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമായി, അഗ്നിയായി, ദിവ്യകാരുണ്യമായി ഈശോ എഴുന്നള്ളി വരികയാണ്. ഈ തിരുവോസ്തിയിൽ ഈശോയെ ഞാൻ അങ്ങയെ കാണട്ടെ, ഈ തിരുവോസ്തിയിൽ ഈശോയെ ഞാൻ അങ്ങയെ കാണട്ടെ. സങ്കീർത്തനം 34 പറഞ്ഞില്ലേ, അങ്ങയെ നോക്കിയവർ പ്രകാശിതരായെന്ന്. സങ്കീർത്തനം 80 പറഞ്ഞില്ലേ, അവിടുത്തെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്തുവെന്ന്. കർത്താവേ, ഈ തിരുവോസ്തിയിൽ ഞങ്ങൾ അങ്ങയെ കാണട്ടെ, ഞങ്ങളുടെ സങ്കടങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ പ്രവാസ ജീവിത ദുരിതങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങൾ പുനഃസൃഷ്ടി ചെയ്യാൻ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ കുശവൻ കളിമണ്ണ് ശാലയിലേക്ക്, ചക്രത്തിലേക്ക് വീണ്ടും തരുന്ന പോലെ ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. പാടി പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 4:1. അവൻ സിനഗോഗിൽ പ്രവേശിച്ചു. അപ്പോൾ ജനം അവനെ ഉറ്റുനോക്കി. അവന് പ്രവാചക ഗ്രന്ഥം കൊടുക്കൂ. അവനത് തുറന്നു വായിച്ചു. ദരിദ്രരോട് സദ്വാർത്ത അറിയിക്കാൻ,
അന്ധർക്ക് കാഴ്ച നൽകാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, ബന്ധനത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കാൻ, കർത്താവിന് സ്വീകാര്യമായ സംവത്സരം പ്രഖ്യാപിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. ഇതാ ഈശോ നിനക്ക് വേണ്ടി പിതാവായ ദൈവം അയച്ചിരിക്കുകയാണ്. നിന്റെ വിസ തീർന്നിട്ട്, അക്കാമ തീർന്നിട്ട് അത് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി നീ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറിയിറങ്ങി മനസ്സ് മരവിച്ചിരിക്കുന്നുണ്ട്. ഈശോയ്ക്ക് ഇപ്പോൾ സമർപ്പിക്കണം. നീ ഫ്രീ വിസയിൽ പോയിട്ട് നിനക്ക് ഒരു പുതിയ അക്കാമ കിട്ടാൻ വേണ്ടി പലതവണ ഫ്രീ വിസ പുതുക്കിയിട്ട് പോലും നിനക്ക് പെർമനൻ്റ് വിസ കിട്ടാതെ നീ വിഷമിക്കുന്ന കാലഘട്ടം ഉണ്ടാകും. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപക്ഷെ നിനക്ക് വിസ കമ്പനി പെർമനൻ്റായിട്ട് അടിച്ചു തരാതിരിക്കുന്നുണ്ടാകാം. ഏത് സമയത്തും മംഗലാഭവും ഭയത്തോടും കൂടിയാണ് നീ ജോലി ചെയ്യുന്നത്. കർത്താവിന് സമർപ്പിക്കണം. അതോടൊപ്പം നിന്റെ ജീവിതത്തെ വിശ്വാസത്തിൽ നിറയ്ക്കണം. അന്തർക്ക് കാഴ്ച നൽകാൻ ദൈവം നിന്റെ അന്ധവിശ്വാസത്തെ ഏറ്റെടുക്കുകയാണ്. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾക്ക് ഈശോ ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈശോ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ വിസ നഷ്ടപ്പെട്ടവരും വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരും ഫ്രീ വിസയായി ജോലി ചെയ്യുന്നവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഈശോയെ ആരാധിക്കുകയാണ്. ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. യെശയ്യായുടെ പുസ്തകം 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാൻ കഴിയാത്ത വിധം നിന്റെ രോദനങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് അന്ധത ബാധിച്ചിട്ടില്ല. നീ ഒത്തിരിയേറെ കൺവെൻഷനുകളും പ്രാർത്ഥനകളൊക്കെ കൂടിയിട്ടുണ്ടാകാം. പക്ഷേ നിനക്ക് നിന്റെ ജീവിത പ്രതിസന്ധികൾ വലുതായിരിക്കാം. വിട്ടുമാറാത്ത രോഗങ്ങളുണ്ടാകാം, വിട്ടുമാറാത്ത തഴക്കശീലങ്ങളുണ്ടാകാം, വിട്ടുമാറാത്ത ബന്ധനങ്ങളും കൂട്ടുകെട്ടുകളും ഉണ്ടാകാം. എല്ലാം ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കണം. എല്ലാം കർത്താവിന് സമർപ്പിക്കണം. ഒരുപക്ഷെ നീ വിദേശത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് നിനക്ക് കമ്പനി ലീവ് അനുവദിച്ചു തന്ന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം. ഇപ്പോഴത് കർത്താവിന് സമർപ്പിക്കണം. പല കമ്പനികൾ മാറി മാറി ജോലി ചെയ്തിട്ടും ഒരുപക്ഷെ നിനക്ക് അധിക വരുമാനമുള്ളൊരു ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ടാകാം. ഇപ്പോൾ നീ കർത്താവിന് സമർപ്പിക്കണം. നിന്റെ വിവാഹപ്രായമായ മക്കളെ വിവാഹം ചെയ്തഴക്കാൻ നീ ആവുന്നത്ര ശ്രമിച്ചിട്ടും ഒരുപക്ഷെ നിനക്ക് വരുമാനം തികയാതെ വരുന്നതിൻ്റെ പേരിൽ നിന്റെ മകൾ കെട്ടാപ്പെണ്ണായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ കർത്താവിന് സമർപ്പിക്കണം. നാട്ടിലുള്ള നിന്റെ ജീവിത പങ്കാളി അധ്വാനിച്ചിട്ടും നീയും അധ്വാനിച്ചിട്ടും മക്കൾ അധ്വാനിച്ചിട്ടും ഒരു നല്ലൊരു ഭവനം വെക്കാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ കർത്താവിന് സമർപ്പിക്കണം. നിന്റെ മക്കളെ ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിൽ പഠിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി നിനക്ക് സമ്പത്ത് ഇല്ലാതെ വിഷമിക്കുന്നു. പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വിടാൻ സമ്പത്യം പോരാതെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ കർത്താവിന് സമർപ്പിക്കണം. അങ്ങനെ ഭവനരഹിത അവസ്ഥകൾ ഇപ്പോൾ നീ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക.
യെശയ്യാ 53 പറയും, കർത്താവാണ് തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്, അവർ ശ്രേയസ്സും ശക്തിയും ആർജിക്കും, ഒരു മരണഭീതിയും മാരകമായ ഒന്നും അവരെ സ്പർശിക്കുകയില്ല. ആ വിശ്വാസത്തോടു കൂടി നീ ഇപ്പോൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിന്റെ നിയോഗങ്ങൾ സമർപ്പിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തൊഴിൽ മേഖലകൾ സമർപ്പിക്കണം. നിന്റെ സ്പോൺസറെ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ കമ്പനിയുടെ ജനറൽ മാനേജറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പേഴ്സണൽ മാനേജറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ജീവിത മേഖലയിലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയാൻ, ദൈവത്തിൻ്റെ കൃപ ചൊരിയാൻ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നതും മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ ആരാധന. യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമ്മൾ കർത്താവിലേക്ക് ഉറ്റുനോക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ ഈശോയിൽ നിന്ന് തന്നെ പതിഞ്ഞിരിക്കട്ടെ. നീ വിശ്വസിക്കുക, പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ദൈവം നിന്നെ ശക്തിപ്പെടുത്തുമെന്ന്. എന്തെന്നാൽ യോഹന്നാൻ 7:38 പറയും, വിശ്വസിക്കുന്നവനിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കും പോലെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. യോഹന്നാൻ 1:12 പറയും, തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവപുത്ര സ്ഥാനം നൽകിയെന്ന്. നീ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങളുണ്ടാകും. നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ആവർത്തന പുസ്തകം 16 പറയും, അങ്ങനെ നീ വിശ്വസിക്കുകയാണെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസ നിറവിലേക്ക് നമുക്ക് നോക്കാം. നായിമിലെ വിധവയുടെ നഷ്ടസ്വപ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ദൈവം നിന്റെ നഷ്ടസ്വപ്നങ്ങളെ ഈ UAE കൺവെൻഷനിലൂടെ പുനരുദ്ധരിക്കപ്പെടും. ചീഞ്ഞഴിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച ദൈവം നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വർഷിക്കും. അന്ധന് കാഴ്ച കൊടുത്തവൻ, ബദിരിന് കേൾവി കൊടുത്തവൻ, ഊമന് സംഭാഷണ ശക്തി കൊടുത്തവൻ, കൈശോഷിച്ചവനെ സുഖപ്പെടുത്തിയവൻ, കൂനുള്ളവനെ നിവർത്തിയവൻ, ഇതാ മഹോദരോഗിയെ സുഖപ്പെടുത്തിയവൻ നിന്റെ മുന്നിലുണ്ട്. ആ ഈശോ പറയും, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനാണ് ജീവനും പുനരുത്ഥാനവും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ സ്വർഗത്തിനിറങ്ങിയ ജീവൻ്റെ അപ്പമാണ്. ഈ അപ്പത്തിൽ നീ നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എല്ലാം നീ കർത്താവിന് സമർപ്പിക്കും. ഈശോയോട് നിനക്ക് പറയാൻ കഴിയണം, കർത്താവേ, എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ജീവിത ദുരിതങ്ങളാണ്, എൻ്റെ വേദനകളാണ്, എൻ്റെ വിഷമതകളാണ്, എൻ്റെ കടങ്ങളാണ്, എൻ്റെ ദുരിതങ്ങളാണ്. എല്ലാം സമർപ്പിക്കുകയാണ് കർത്താവേ. ഈ നിമിഷം നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം എൻ്റെ കയ്യിലുള്ളത് മാത്രമാണ്. എൻ്റെ കുറവുകൾ, എൻ്റെ പോരായ്മകൾ എല്ലാം സമർപ്പിക്കട്ടെ. എൻ്റെ രോഗങ്ങൾ, കടഭാരങ്ങൾ, ജീവിത വിഷമങ്ങൾ, സന്താനമില്ലാത്ത അവസ്ഥകൾ, ഭവനമില്ലാത്ത അവസ്ഥകൾ എല്ലാം ഒരിക്കൽ കൂടി ഏതെല്ലാം മേഖലകളിലും ദിക്കിലും ഇരുന്നു കൊണ്ട്, വീടുകളിലും ഇരുന്നു കൊണ്ട് ഈ ഭവനത്തിൽ ഈ ശുശ്രൂഷ കൂടുന്നുണ്ടോ, ആ ഭവനങ്ങളിലെല്ലാം ഉള്ള പ്രത്യേക കണ്ണുനീരിനെ പരിശുദ്ധ അമ്മ വഴി ഈശോയെ കേൾപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരു മനസ്സിന് വിഷമമുള്ള ഒരാൾ
എപ്പോഴും ബനിയൻ മാത്രമേ ഇടത്തുള്ളൂ, ഷർട്ട് ഇടാൻ ആഗ്രഹം പോലും ഇല്ല. അഥവാ ഇട്ടാൽ തന്നെ ശരീരത്തിന് വല്ലാത്ത പുകച്ചിലിൻ്റെ പരിഭ്രമം കാണിക്കും. ഈ ലൈനിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ആ ഭവനത്തിലുള്ള വ്യക്തികൾ ആ പുരുഷനാണ്. അങ്ങനെയുള്ള അവസ്ഥകൾക്ക് ഉള്ള ആൾക്കാർക്ക് അത് കാരണം അവർക്ക് യാത്ര ചെയ്യാൻ താല്പര്യമില്ല. ഒന്ന് പള്ളിയിൽ പോകാൻ പോലും പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിമിട്ടമാണ്. കാര്യം വെച്ചാൽ ഷർട്ടെടുത്ത് വരുമല്ലോ എന്നുള്ള ചിന്തയാണ്. ഇങ്ങനെയുള്ള ഇത് വീട്ടിൽ തന്നെ പരമാവധി ചെലവഴിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇതുപോലെ മാനസിക അസ്വസ്ഥതകളുള്ള ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പോഴും ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. കർത്താവെ, ജീവിക്കുന്നതിനായ ദൈവമേ, അങ്ങ് എത്രയോ കരുതലുള്ളവനാണ്. ഏതോ ദിക്കിൽ ഇത്രയും വേദനയോടെ ഇരിക്കുന്ന വ്യക്തിയെ സ്പർശിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. കർത്താവ്, ഞങ്ങളിവിടെ ഈ സൂമിലൂടെ കർത്താവിൻ്റെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കളും ഇപ്പോഴേ അങ്ങനെയുള്ള മാനസിക വിഭ്രാന്തിയുള്ള കുടുംബങ്ങൾ, അസ്വസ്ഥതയുള്ള കുടുംബങ്ങൾ, ഡിപ്രഷനുള്ള കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ തന്നെ പഠിക്കാൻ താല്പര്യമില്ലാത്തവർ, വിശ്വാസം കുറവുള്ളവർ, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തവർ, അങ്ങനെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ിലൂടെ ഈശോ കൈമാറിയ വിഷയം വിശ്വാസ തകർച്ചയും ഉണ്ടായ വിഷയത്തിൽ വിശ്വാസം ഇല്ലാതെ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, അഥവാ കുടുംബ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ചവിട്ടുപടി വേണമെങ്കിൽ എതിർ ദിശയിലേക്ക് നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ മനുഷ്യരെ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ഈ ഒരു പ്രതീകത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, മനസ്സിന് അവസാദം ബാധിച്ച് പലതരം കാരണങ്ങളാല്, തൊഴിൽ തകർച്ചയാല്, വിദ്യാഭ്യാസത്തിലെ ഓരോരുത്തും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല, വിവാഹം താമസിച്ചു പോയതുകൊണ്ട് കർത്താവേ, ഇനി ഭാവിയിലെ നോക്കിയിട്ട് ജീവിക്കാനുള്ള പ്രത്യേക കൊതിയൊന്നും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹൃദയം മങ്ങിയവര്, മനസ്സ് തണുത്തവര്, അവിടെ എല്ലാം കർത്താവേ വാടിപ്പോയതിനെ തളർപ്പിക്കുകയും ആറിപ്പോയതിനെ ചൂടാക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനാൽ അങ്ങനെയുള്ള മുഴുവൻ വ്യക്തികളെയും ഈ നിമിഷം അങ്ങ് സഖ്യപ്പെടുത്തണമേ, സഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങ് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ദിവ്യകാരുണ്യത്തിന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മകളെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, ഭക്തിയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇവിടെ രണ്ടാമത് വന്ന ദർശനം എന്ന് പറയുന്നത് ഒരു സിസ്റ്റേഴ്സ്, അതായത് കത്രിക. ഇതിലൂടെ ഒരു ഓപ്പറേഷനെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. ഓപ്പറേഷൻ പ്രതീക്ഷിക്കുന്നവരെ, ഓപ്പറേഷനെക്കുറിച്ച് പേടിക്കുന്നവരെ, ചെയ്തുപോയ ഓപ്പറേഷൻ്റെ സൈഡ് ഇഫക്ട്സ് അനുഭവിക്കുന്നവരെ, ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെയും ആ രോഗം വീണ്ടും ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പേരിൽ ഇന്നും പലതരവിധ രോഗങ്ങൾ വന്നുപെട്ടു പോകുന്നവരെ, ഓപ്പറേഷനിൽ എടുത്ത കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ടുള്ള, പെട്ടെന്ന് എടുത്തതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ഓക്സിജൻ കുറഞ്ഞതിൻ്റെ, അങ്ങനെ പല പേരിലുണ്ടാകുന്ന ബ്രെയിനിലുണ്ടാകുന്ന പ്രവർത്തനക്കുറവ്, അതുമൂലം ഉണ്ടാകുന്ന മറ്റു തകരാറുകൾ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളും ഇപ്പോൾ ഓപ്പറേഷന് ഡേറ്റ് തന്നിരിക്കുന്നവർ, ഓപ്പറേഷൻ കാത്ത് ആശുപത്രിയിൽ കിടക്കുന്നവർ, നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കർത്താവിൻ്റെ വിശുദ്ധ സന്നിധാനത്ത് നിന്നുകൊണ്ട് കർത്താവ് നൽകുന്ന സന്ദേശം ഈശോ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ പോകുന്നുവെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ആ മേഖലയെല്ലാം നമ്മളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നിങ്ങൾക്ക് പ്രാർത്ഥന
ലഭിക്കണ പോലെ പറഞ്ഞു തരും. അത് ഞങ്ങൾക്ക് ആരും ആ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞത് വെറുതെ ഇരിക്കരുത്. കാര്യം നമ്മളുടെ ഈ ലൈനിൽ സുമിൽ ഉള്ള എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ആ ദൈവസ്നേഹം നിങ്ങൾ സൂക്ഷിക്കണം. അല്ല, ഇത് എൻ്റെ വീട്ടിൽ ആർക്കും ഓപ്പറേഷൻ ഇല്ല, എനിക്കും ഓപ്പറേഷൻ ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതപ്പോഴും നമ്മൾ ആരാണ് നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനെന്ന് ചോദിച്ച പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് പരസ്പരം സാമൂഹ്യമായിട്ടുള്ള സ്നേഹപ്രതിബദ്ധതയോടു കൂടിയാണ്. നമുക്കത് ഇല്ലെങ്കിൽ സന്തോഷം, നല്ല കാര്യം. പക്ഷേ ഉള്ള മക്കളെ എന്തുമാത്രം വേദനിക്കണമെന്നറിയാവോ? അവരെ കർത്താവ് കരുതണകൊണ്ടല്ലേ ഈ സന്ദേശം ഇപ്പോൾ വന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ള എല്ലാവരെയും ഇപ്പോൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഓപ്പറേഷന് പേടിയുള്ളവരെ, അതിന്റെ പേരില് പ്രഷർ കുറയാത്തവര്, അതിന്റെ പേരില് ഓപ്പറേഷൻ നടക്കാത്തവര് എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അടിവയറ്റില് ഓപ്പറേഷൻ നടക്കുന്നതിനെ കുറിച്ചും നടന്നതിനെ കുറിച്ചും അതിന്റെ ഭവിഷ്യത്തുകളെ അനുഭവിക്കുന്നതിനെ കുറിച്ചും ദിവ്യകുർബാനയിലെ വെളിപ്പെടുത്തുന്ന സന്ദേശത്തിന് നന്ദി പറയുന്നു. കർത്താവേ പലതരത്തിലുള്ള രോഗങ്ങള് ആ ഓപ്പറേഷൻ ചെയ്തിട്ട് വീണ്ടും ആ രോഗം കാണപ്പെടുന്നത്, അതിന്റെ അടയാളങ്ങള് വരാൻ പോകുന്ന രോഗത്തിന്റെ അടയാളങ്ങളെ കാണപ്പെടുന്നവരെ കർത്താവേ അവരെല്ലാം ഏറ്റെടുക്കണമേ. കർത്താവേ അങ്ങ് ഈ നിമിഷം വിചാരിച്ചാൽ ഓപ്പറേഷൻ പോലും ഇല്ലാതെ ആ രോഗികളെ സുഖപ്പെടുത്തുവാൻ കഴിയും. കർത്താവേ അങ്ങയുടെ ആടിപ്പെടുത്താറുന്ന അത്ഭുതകരത്താൽ എല്ലാ രോഗികളെയും ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചവരെ കഴിഞ്ഞവരെ അതിന്റെ ഗുരുതരമായ പാർശ്വഫലങ്ങളെ അനുഭവിക്കുന്നവരെ അങ്ങയുടെ വിശുദ്ധമായ വലതുകരത്താൽ ആടിപ്പെടുത്താറുന്ന അത്ഭുതകരത്താൽ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ സൗഖ്യവും സമാധാനവും ലഭിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് പ്രിയമക്കളെ, ഈശോ നമ്മളെ ശരിക്കും സഹായിക്കുന്നുണ്ട് കേട്ടോ. എന്താ അങ്ങനെ പറയണമെന്നറിയാവോ? ഇപ്പോഴും അച്ഛൻ കർത്താവ് വെളിപ്പെടുത്തുന്നത് ഈ കവിളില്ലേ, ഇടത് കവിളിൻ്റെ വശത്ത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എന്തോ ഒരു മുഴ പോലെ തള്ളി നിൽക്കുന്നു. ആ രോഗിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടാണ് മെസ്സേജ്. പക്ഷേ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ഇങ്ങനെ ഒരു മെസ്സേജ്, എൻ്റെ പഴയ അനുഭവങ്ങൾ നോക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ ഇതൊരു ജനറൽ മെസ്സേജായിട്ടും വരും. എന്ന് വെച്ചാൽ മുഴകളുള്ള അനേകം രോഗികളുണ്ടാവും. ഇപ്പോൾ വയറ്റിൽ മുഴയുള്ളവരില്ലേ, ഹൃദയത്തിൽ പോലും കുമിളകൾ കിടക്കുന്നവരുണ്ട്, പതിരയിൽ ശ്വാസകോശങ്ങളിൽ കുമിളകളുള്ളവരും മുഴയുള്ളവരുണ്ട്, കിഡ്നിയിൽ അതുപോലെ തന്നെ സിസ്റ്റുള്ളവരുണ്ട്. ഇങ്ങനെ ഒരു എക്സ്ട്രാ ബോഡി അല്ലെങ്കിൽ ആ ബോഡി തന്നെ ഇങ്ങനെ ഒന്നെങ്കിൽ ഉള്ളിലേക്ക് വലിഞ്ഞ് ഷ്രിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് ബൾജ് ചെയ്യുക. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ രോഗികൾ, തലച്ചോറിൽ മുഴയുള്ളവരെ, തലച്ചോറിൽ സിസ്റ്റുള്ളവരെ, ഗർഭാശയത്തിൽ മുഴയുള്ളവരെ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ. ഇപ്പോൾ ഇത് ബോഡിയുടെ ഒരു പ്രൊജക്ഷൻ ഭാഗമാണ് ഇച്ച കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഈ സമയത്ത് ഇത് ബോഡിയുടെ എവിടെയെല്ലാം പ്രൊജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുള്ള എല്ലാം ഞാൻ നിങ്ങളോട് സമർപ്പിക്കുമ്പോൾ നിങ്ങളും അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്ന് ആരും ചിന്തിക്കരുത്. നിങ്ങൾ ഈ സമയത്ത് അത് സമർപ്പിക്കണം. ഇപ്പം അച്ഛൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മുഴയില്ല, പക്ഷേ അച്ഛൻ പറയാത്ത ഏതെങ്കിലും ചിലപ്പോൾ ചിലർക്ക് കക്ഷത്തു നിന്നായിരിക്കും ചിലപ്പോൾ ഒരു മുഴ കാണുന്നത്. ചിലപ്പോൾ ക്യാൻസറിൻ്റെ ആരംഭമാണ് ഡോക്ടർ പറഞ്ഞാൽ, ചിലപ്പോൾ കളർ വ്യത്യാസമുള്ള എന്തെങ്കിലും വിഷയമാകാം. അപ്പോൾ എൻ്റെ മക്കൾ അവിടെ ഇപ്പോൾ തൊടണം, അവിടെ തൊട്ട് വേണം അവിടെ പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ ചിലരിങ്ങനെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന മുഴകളും അല്ലെങ്കിൽ എല്ല് പോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ബലമുള്ള ഭാഗങ്ങളും കൃപാസനത്തിൽ കുറേ സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പ്രൊജക്ഷനുള്ള എന്തെല്ലാം ഭാഗങ്ങളുണ്ട് അവിടെ എല്ലാം ഈ സമയത്ത് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അത് കൈ ആയിരിക്കത്തില്ല. കാര്യം കൈ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങളുടെ പ്രൊജക്ഷനുള്ള സ്ഥലങ്ങളിൽ, രോഗങ്ങളുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കൈ വെക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ പറയണം, കർത്താവേ ഇത് എൻ്റെ കൈയല്ല, ഇത് നിൻ്റെ കൈ ആകണം, നിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരമാകണം, നിൻ്റെ ഉയർത്തുന്നേറ്റ അത്ഭുതകരമാകണം എന്ന് പറഞ്ഞുകൊണ്ട്
യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. എന്നിട്ട് ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കണം. അപ്പോൾ രക്ഷ എന്ന് പറയുന്ന ഈശോയെ നിങ്ങൾ പ്രാപിക്കും, സൗഖ്യമായി പ്രാപിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, രോഗസൗഖ്യ പ്രാർത്ഥന നടത്തുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് ഞാൻ പലപ്പോഴും പറയണത്. അപ്പോൾ ഇപ്പോഴും പ്രൊജക്ഷനുള്ള രോഗികൾ അവിടെ കൈവച്ചിട്ട് പറയണം, ഇത് എൻ്റെ കർത്താവേ, ഇത് നിൻ്റെ കൈകളാക്കി ഇപ്പോൾ മാറ്റണമേ, അതിനുവേണ്ടി അങ്ങ് കർത്താവാണെന്ന് ഞാൻ ആദരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അങ്ങയെ മരിച്ചതെന്ന് ഉയർപ്പിച്ചതെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലണം. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാത്ത ആൾക്കാരുണ്ടാകും. തീർച്ചയായിട്ടും അക്രൈസ്തവർ ആരെങ്കിലും ഈ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് എപ്പോഴും നല്ല കാര്യം കർത്താവ് റോമ 10:9 പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും. അപ്പോൾ കർത്താവ് എല്ലാം മനസ്സിലാവും. എന്താണ് കർത്താവ് റോമ 10:9 പ്രാർത്ഥിക്കുന്നു? എന്താ പ്രാർത്ഥന? യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയുകയാണ്. ദൈവനോ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:30 അനുസരിച്ച് കൊണ്ട് നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ആ രക്ഷ എന്ന് പറയുന്നത് ശമേൻ യൂസനെ കയ്യിലെടുത്തപ്പോൾ കണ്ട രക്ഷ ഈശോയാണ്. അതിന് ഈശോയെ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ കൺവെൻഷൻ നടത്തുന്നത്, എന്തിനാണ് നമ്മൾ ധ്യാനം നടത്തുന്നത്? ഈശോനെ പ്രാപിക്കാനാണ്, രക്ഷ പ്രാപിക്കാനാണ്. രക്ഷ ശരീരത്തിൽ പ്രാപിക്കുമ്പോൾ സൗഖ്യമായി മാറും. രക്ഷ ജീവിത മണ്ഡലങ്ങളിൽ ഈശോയെ പ്രാപിക്കുമ്പോൾ ബ്ലെസ്സിങ് ആയിട്ട് മാറും. രക്ഷ ആത്മാവ് പ്രാപിക്കുമ്പോൾ നിത്യരക്ഷയായിട്ട് മാറും, നിത്യജീവനായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ ദുബൈയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ റോസ്മേ ചേച്ചിയുടെ ആ പ്രാർത്ഥനാ കൂട്ടായ്മ ഇനിഷ്യേറ്റീവിൽ എന്തിനാണ് ഈ വലിയ ധ്യാനം ഈ കാലത്ത്, ഈ ക്ഷാമകാലത്ത് നടത്തുന്നത്? ഒറ്റ കാര്യം അതിനകത്തുള്ളൂ. എന്താണ്? യേശുവിനെ പ്രാപിക്കുക. ശരീരത്തിലായാലും ആത്മാവിനായാലും നിത്യതയിലായാലും പ്രാപിക്കുക. അങ്ങനെ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കർത്താവ് കാണിച്ച പ്രൊജക്ഷനില്ലേ, അത് കർത്താവ് സൗഖ്യപ്പെടുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ മക്കളെ റോമ 10:9 പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ മതി. കർത്താവേ എന്നിൽ രക്ഷയായി നിറയണമേ, ഇത്രയേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ, കർത്താവേ റോമ 10:9 പ്രാർത്ഥിക്കുന്ന യേശുവേ എന്നിൽ രക്ഷയായി നിറയണമേ. റോമ 10:9 പ്രാർത്ഥിക്കുന്ന എന്നിൽ സൗഖ്യമായി നിറയണമേ. റോമ 10:9 പ്രാർത്ഥിക്കുന്ന എന്നിൽ നിത്യരക്ഷയായി നിറയണമേ. അച്ഛനായാലൂടെ കർത്താവ് അല്പനിമിഷം കൊണ്ടുമ്പ് വെളിപ്പെടുത്തിയ ആ വിഷയമില്ലേ, അതായത് ശരീരത്തിൽ പ്രൊജക്ഷനുള്ള ഭാഗങ്ങളിൽ ഒക്കെ നിങ്ങളിപ്പോൾ കൈവെക്കുക. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ കളർ വ്യത്യാസമുള്ള ശരീരഭാഗങ്ങളുണ്ടാകും, അവിടെ കൈവെക്കുക. ചിലപ്പോൾ നീര് കെട്ടിക്കിടക്കുന്ന ചില ഭാഗങ്ങളുണ്ടാകും. ധൈര്യമായിട്ട് കൈവച്ചോ. കാര്യം കൃപാസനത്താറെ 10,000-ങ്ങളെയാണ് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ സുഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കും അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് ധൈര്യമായിട്ട് കൈവച്ചോ. നമ്മളിപ്പോൾ ഞങ്ങൾ കൃപാസന സ്റ്റുഡിയോയിൽ തന്നെയാണ് അൾത്താരെ ആക്കിക്കൊണ്ട് ഈശോനെ പ്രതിഷ്ഠിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മളൊരിക്കലും അകലെയല്ല, കർത്താവിന് അകലവുമില്ല ദൂരവുമില്ല. അവിടുന്ന് എപ്പോഴും സമീപസ്ഥനാണ്. അകലങ്ങളും ദൂരങ്ങളും ഉണ്ടെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ സമീപസ്ഥനാണെന്ന്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വലതുകരം എവിടെയാണ് ബൾജുള്ളത് കർത്താവ് കാണിച്ച സന്ദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അനേക മക്കൾ ഈ നിമിഷം സുഖപ്പെടുമെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എവിടെയാണ് ബൾജുള്ളത്, അതായത് ഇങ്ങനെ ശരീരത്തിന് മുഴയുള്ളത്, അവിടെ കൈവെക്കുക. അവിടെ ഇപ്പം നമ്മൾ ഓരോരോ സ്ഥലത്തൊക്കെ നീരൊക്കെ കെട്ടിക്കിടക്കത്തില്ലേ, അവിടെ കൈവെക്കുക. ചില സ്ഥലങ്ങളിൽ കളർ വ്യത്യാസം ഉണ്ടാകത്തില്ലേ, അവിടെ കൈവെക്കുക. ചിലപ്പോൾ ഗർഭാശയത്തിലാകാൻ സിസ്റ്റമുള്ളത്, ചിലപ്പോൾ തലച്ചോറിൽ വേണ്ടത്ര വിധത്തിൽ രക്തം ഓടാത്ത അവസ്ഥ ഉണ്ടാകാം. ചില വെയിൻ ബ്ലോക്കാകുന്നത് കൊണ്ട് ചില സമയത്ത് ചിലയിടത്ത് ബൾജിങ് ഉണ്ടാകും. അവിടെ എല്ലാം കൈവെക്കുക. കർത്താവ് സ്പർശിക്കട്ടെ മക്കളെ. അവിടുന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഇത് അടയാളമായി, സൗഖ്യം അടയാളമായി നിൻ്റെ മനസ്സിലെന്നും കിടക്കുകയും ചെയ്യും. നിൻ്റെ ജീവിതം കൊണ്ട് കർത്താവ് മഹത്വപ്പെടുകയും ചെയ്യും. ദൈവവേദനെ സന്തോഷത്തിൻ്റെ ഈ നിമിഷമാണ്. അരയിലോ എവിടെയെങ്കിലുമൊക്കെ കക്ഷത്തൊക്കെ വേദനയുള്ളതായിട്ട് കർഷകൻ കാണിച്ചു തരുന്നുണ്ട്. കക്ഷത്ത് എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ, ബൾജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എല്ലാം നീര് കെട്ടിക്കിടക്കണം, അവിടെ എല്ലാം കൈവെക്കുക. കിഡ്നി വേദനക്കാരോ ഉണ്ടെങ്കിൽ
കിഡ്നിയിൽ കല്ലുള്ളവരുണ്ടെങ്കിൽ എക്സ്ട്രാ ബോഡി വരുന്ന എല്ലാ സ്ഥലങ്ങളിലും കൈവെക്കേണ്ട സമയമാണിത്. കർത്താവ് നമുക്കൊരു സൂചനയാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ആ സൂചന അനുസരിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കർത്താവിന് സമർപ്പിക്കുകയാണ്. ഗർഭാശയത്തിലെ മൂത്രാശയത്തിലൊക്കെ അസ്വസ്ഥതകൾ ഇതുപോലെയുള്ള ഉള്ള ആൾക്കാരുണ്ടാകാം. എക്സ്ട്രാ ബോഡി വരുന്നതല്ലേ പെസ്റ്റുല രോഗങ്ങൾ, എക്സ്ട്രാ ബോഡി വരുന്നതല്ലേ PCOD രോഗങ്ങൾ, അതുപോലെ അരിസസും അങ്ങനെ തന്നെയാണ്. എക്സ്ട്രാ ബോഡി വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കളെ, കർത്താവ് സ്പർശിക്കേണ്ട സമയമാണ്. കർത്താവെ, ജീവനോടെ അങ്ങയുടെ അങ്ങ് ഞങ്ങളെ തിരുസന്നിധി ഇരിക്കുകയാണ് ചെയ്യുക. കർത്താവെ, അങ്ങക്ക് വിട്ടുപോകാൻ ഒരിക്കാലത്ത് മനസ്സില്ലായിരുന്നു. കാലത്തിൻ്റെ അവസാനം വരെ എന്നും ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് നല്ല ചെയ്തത് കർത്താവെ വെറുതെ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, ഞങ്ങളുടെ വേദനകളെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. Isaiah 53:7 കർത്താവെ നിത്യത വരെ നടക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു. കർത്താവെ, നീ രക്ഷകനാണ് കർത്താവെ. അതേസമയം തന്നെ കർത്താവെ, ഞങ്ങളെ ഏത് നിമിഷവും സന്ധിക്കാനും സംരക്ഷിക്കാനും വേണ്ടി കർത്താവെ മനുഷ്യാവതാരത്തിൻ്റെ ശൂന്യതയിലേക്ക് നീ വെറുമയായി ഇറങ്ങി വന്നവനാണ് കർത്താവെ. ഇപ്പോഴും കർത്താവെ, ഈ മക്കളെ നീ കാണിച്ചു തന്ന പോലെ ഇങ്ങനെയുള്ള ഓരോ മക്കളെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവെ. ഈശോ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണം കർത്താവെ. ഈശോ, അങ്ങയുടെ സഭയിലൂടെ അങ്ങയുടെ വിശുദ്ധമായ സാന്നിധ്യത്തെ അങ്ങ് പ്രകടമാക്കണം കർത്താവെ. അനേക മക്കൾ ലൈനിൽ കർത്താവെ, ഈ സൂമിൽ കർത്താവെ, നീ കണ്ണുനീരോടെ കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ കർത്താവെ. ഈശോ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം കർത്താവെ മക്കളുടെ ശിരസ് വെക്കണം കർത്താവ്. എവിടെയെല്ലാം ബൾജിങ് ഉണ്ട്, എവിടെയെല്ലാം പ്രൊജക്ഷൻ ഉണ്ട്, എവിടെയെല്ലാം സിസ്റ്റ് ഉണ്ട്, എവിടെയെല്ലാം കർത്താവ് മുഴകളുണ്ട്, എവിടെയെല്ലാം ശരീരത്തിൽ മാറ്റമുണ്ട്, എവിടെയെല്ലാം ശരീരത്തിൽ കളർ വ്യത്യാസമുണ്ട്, എവിടെയെല്ലാം ശരീരത്തിന് നീയുണ്ട്, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മക്കളെ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇപ്പോൾ ഈശോ നൽകിയ ഒരു സന്ദേശം, ഈ കണ്ണ് അടിച്ചു പോയിരിക്കണം. ഒരു കണ്ണ് ഇപ്പം നമ്മൾ കാറ്റാബിൾട്ട് എന്ന് പറഞ്ഞൊരു സാധനമില്ല, കാറ്റാബിൾട്ട് അങ്ങനെ സാധനമില്ലേ, അതുപോലെയുള്ള അതിൽ നിന്ന് കല്ല് തെറിച്ച് വന്ന് നമ്മുടെ കണ്ണിട്ട് കൊണ്ടായി അങ്ങനെ ഇരിക്കും, കണ്ണ് കലങ്ങി തെറിച്ച് പോകും. അതുപോലെ എന്തോ ഇതുപോലെ ആഘാതം വന്ന് ഒരു കണ്ണ് കാണാൻ പാടില്ലാത്ത വ്യക്തി, അതാണ് ഈശോ ഇപ്പോൾ കാണിച്ചിരുന്നത്. കണ്ണുകളെ സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇത് പർട്ടിക്കുലർ മെസ്സേജാണ്. ഈ പർട്ടിക്കുലർ മെസ്സേജ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമ്മൾ ജനറലൈസ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, കുറേ മേഖലകൾ നമുക്ക് തെളിഞ്ഞു കിട്ടും. കർത്താവ് നമുക്കൊരു ഹിൻഡ് നോട്ട് തരണതാണ്. പരിശുദ്ധാത്മാവിലാണ് നമ്മളത് വ്യാഖ്യാനിച്ചിട്ട് ഈശോ എന്തൊക്കെയാണ് ആഗ്രഹിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ണ് ഡയറക്റ്റ് കാണാൻ പാടാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ചിലർ പറയില്ല, ജനിച്ചപടി കുഞ്ഞിനെ കണ്ണ് കാണാനില്ല, പറ്റണില്ല എന്ന് പറയത്തില്ലേ. ആ കുഞ്ഞുങ്ങളൊക്കെ കയ്യിൽ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇത്തിരി സമയം നിങ്ങൾക്ക് തരാം. ആ കുഞ്ഞുങ്ങൾ നാട്ടിലാണെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയണം. ഇപ്പോൾ കണ്ണിന് പ്രയാസമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴും ആ കുഞ്ഞ് ഉറങ്ങിക്കിടന്നാലും കുഴപ്പമില്ല, കുഞ്ഞിൻ്റെ തലയിൽ കൈവെക്കാൻ പറയണം. ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ ദൈവികമായൊരു സമയമാണിത്. ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് അറിവ് ലഭിക്കണ ഇന്ദ്രിയമാണ് കണ്ണ്, അല്ലേ? കാഴ്ചയിലൂടെയല്ലേ നമ്മൾ പറയണത്. ഇതുപോലെ ചെവി കേൾക്കാൻ പാടില്ലാത്തവരുണ്ട്. അവരും ചെവിയിൽ ഇപ്പോഴേ കർത്താവ് നൽകിയ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ, അതായത് ഇത് നാച്ചുറലായിട്ട് സംഭവിച്ചതല്ല, ഇത് അപകടപ്പെട്ട് കാഴ്ച വന്നു പോയ ഒരു മെസ്സേജാണ് വരണത്. അപ്പം അപകടത്തിലൂടെ സംഭവിച്ചിട്ടുള്ള ഇന്ദ്രിയമായിട്ടുള്ള തകർച്ചകൾ എന്തപകടമാകാം, ഏതപകടമാകാം, ചില വാഹന അപകടമാകാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയത്, ചെവിക്ക് കേളിപ്പോയവരും ഒക്കെ ഉണ്ടാകും അതിൽ. അവരെല്ലാം ഈ ഇന്ദ്രിയങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനത്തിൽ സാക്ഷ്യം വന്നത്, ഗൂഗിൾ മീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നാവിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട വെച്ച് അച്ഛൻ നാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വായിക്കേടുള്ള കാരണം കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കണം. അപ്പോൾ തന്നെ ആ വെച്ച് നാവിൽ കൈവച്ച്. വേറെ ആൾ ഇതുപോലെ പഠിക്കുന്ന സമയത്ത് അമ്മ ഗൂഗിൾ മീറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ട്, അതായത് വായി നാറ്റമുള്ളവരും അതുപോലെ തന്നെ വായിക്ക് കേടുള്ള രോഗമുള്ളവർ നാക്കിൽ കൈവെക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയാൻ പോകുകയായിരുന്നു മകളോട്, മകളെ നിനക്ക് ഇതേ അച്ഛനിങ്ങനെ പറയണം, നിനക്ക് ഇപ്പം നാക്കിൽ കൈവെക്കാൻ ഞാൻ വിശ്വാസപ്രമാണം ചെല്ലാമെന്ന് പറയുമ്പോൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവൾ അത് ഇവിടെ കേട്ടിട്ട് അമ്മ പറയണമുമ്പ് തന്നെ അവൾ നാവിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചെല്ലാൻ തുടങ്ങിയിരുന്നത്. അത് ആ കുഞ്ഞ് തന്നെ വന്ന് സാക്ഷ്യം പറയണം അമ്മയോട് കൂടെ പിറ്റേ ആഴ്ചയിൽ.
അപ്പോൾ ഇത്രയും പെട്ടെന്നാണ് കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് ഈ ദർശനങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വിശ്വസിച്ച്, കാര്യം വിശ്വസിക്ക് മാത്രമേ, പ്രത്യേകിച്ച് അത് വിശ്വസിക്കാനുള്ള അഭിഷേകം കിട്ടണം ആൾക്കാർക്ക്. ഇപ്പോൾ ദർശനങ്ങളിലൊക്കെ വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വസിക്കാനുള്ള അഭിഷേകം ആ വ്യക്തിക്ക് കിട്ടണം. അഭിഷേകം കിട്ടാത്ത ആൾക്കാർ എന്താണെന്ന് അറിയാൻ പാടില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല, ഈ സമയത്ത് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന രീതികളാണിത്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ, ഇന്ദ്രിയങ്ങൾക്ക് തകർച്ചയുള്ളവരെ, കണ്ണ് കാണാൻ പാടില്ലാത്തവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, നാക്കിന് രുചിയില്ലാത്തവർ, മൂക്കിന് മണമറിയാൻ പാടില്ലാത്തവർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഈ കർത്താവ് ഒരു നോട്ടേ നമുക്ക് തരത്തുള്ളൂ. പിന്നെ പരിശുദ്ധാത്മാവാണ് നമ്മളത് വ്യാഖ്യാനിച്ചിട്ട് ഈശോയുടെ മനസ്സിനനുസരിച്ചിട്ട് അതെല്ലാം സമർപ്പിക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങൾ മൂലം ഉണ്ടാകുന്ന, നാക്കിന് രുചിയില്ലാത്തവരുണ്ടാകും, നാക്ക് സംസാരിക്കാൻ പറ്റാത്തവരുണ്ടാകും ഇല്ലേ, അതുപോലെ ചെവി കേൾക്കാൻ പാടില്ലാത്തവരുണ്ടാകും, കൈകൊണ്ട് സ്പർശനം അറിയാൻ പാടില്ലാത്തവരില്ലേ. ചില രോഗങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തൊട്ടാൽ അറിയത്തില്ല. ഇപ്പോൾ വാത രോഗമൊക്കെ വന്ന ആൾക്കാർ ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. കാര്യം അവർക്ക് ചിലപ്പോൾ സ്പർശനം അറിയത്തില്ല, ചിലപ്പോൾ ബലം കൊടുത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള, അപ്പോൾ ചിലപ്പോൾ കൈയാകും, ചിലപ്പോൾ അങ്ങനെയുള്ള മരവിച്ച സ്ഥലങ്ങളിലെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു, അതായത് മൂക്കിന് മണമില്ലാത്തവരെ, പിന്നെ നാക്കിന് രുചിയില്ലാത്തവരെ, സംസാരിക്കാൻ പറ്റാത്തവർ, ചെവി കേൾക്കാൻ പറ്റാത്തവർ, കണ്ണ് കാണാൻ പാടില്ലാത്തവർ, പിന്നെ സ്പർശനം അറിയാൻ പാടില്ലാത്തവർ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, ഇന്ദ്രിയങ്ങളിലെ കർത്താവേ, സംവേദനവും ഇല്ലാത്തവരെ, സ്പർശനം ഇല്ലാത്തവരെ, ചെവി കേൾക്കാത്തവരെ, കണ്ണ് കാണാത്തവരെ, കർത്താവേ, നാസികയ്ക്ക് മണമറിയാത്തവരെ, നാവിന് രുചി അറിയാത്തവരെ, തൊണ്ടയ്ക്ക് വേദന ഉള്ളവരെ, കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, അങ്ങയുടെ വചനം പോലും കേൾക്കുന്നതിന് രുചിയില്ലാത്തവരെ കൊണ്ട് കർത്താവേ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ ആന്തരിക ഇന്ദ്രിയങ്ങളും ബാഹ്യ ഇന്ദ്രിയങ്ങളും യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് ഞങ്ങളുടെ കാര്യം കർത്താവേ അച്ഛനിലൂടെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ കുറേ ആൾക്കാർ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, 7 പേരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. കർത്താവ് ഞങ്ങളുടെ കാര്യം അച്ഛനിലൂടെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവർ, അത് തന്നെയാണ് ഏറ്റവും വലിയ വെളിപ്പാട്. അച്ഛനോട് ഈശോ അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ കർത്താവിന് തീരുമാനമുണ്ടെന്ന് അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ, ഇവിടെ റെഫറൻസിൽ വരാത്ത, ദർശനത്തിൻ്റെ റെഫറൻസിൽ വരാതിരിക്കുകയും അതേ സമയത്ത് ഞങ്ങളുടെ കാര്യം കർത്താവെ അങ്ങ് ഈ ആരാധനയിലൂടെ ഏറ്റെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളെ, ചിലപ്പോൾ വിവാഹം ഒത്തുവരാത്തവരാകാം, ചിലപ്പോൾ പിരിഞ്ഞ് നിൽക്കണവരാകാം, പരസ്പരം പിരിഞ്ഞ് നിൽക്കണവരില്ലേ, അങ്ങനെ പിരിഞ്ഞ് നിൽക്കണവരാകാം. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ച് കേസുള്ളവരാകാം, കുഞ്ഞുങ്ങളെ വിട്ടുകിട്ടാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരാകാം, കുഞ്ഞുങ്ങളില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം, ജോലിക്ക് എന്താ കാര്യം എന്ന് ഓർത്തുകൊണ്ട് ജോലിക്ക് ശ്രദ്ധ പോണവരാകാം, അതിൻ്റെ പേരിൽ മേൽക്കടകത്തിൽ നിന്ന് നടപടി ഉണ്ടാകാൻ പോണവരാകാം. എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യനാണ് വേദന. ഇപ്പം അരി കർത്താവ് കാണിക്കുന്നുണ്ട്. വാട്സാപ്പ് എന്നുവെച്ചാൽ ഭക്ഷണം ഇപ്പം കാണിച്ചാണത്. ചിലപ്പോൾ ഷുഗർ രോഗികളെക്കുറിച്ച്, അത് അരിയാഹാരം കഴിക്കാൻ പറ്റാത്തതിനെക്കുറിച്ചാണ് ഈശോ ഉദ്ദേശിക്കണമെങ്കിൽ അവർക്ക് കർത്താവ് സൗഖ്യം നൽകുന്ന സമയമാകാം. അതുകൊണ്ട് പാങ്ക്രിയാസിന് അസുഖം ഉണ്ടെങ്കിൽ കർത്താവ് അവർക്ക് സൗഖ്യം നൽകുന്ന സമയമാണ്. കർത്താവ് ഭക്ഷണത്തിന് മുട്ടുണ്ടാകുന്ന രീതിയിൽ ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിലും, ജോലി നഷ്ടപ്പെടാൻ പോവുകയാണെങ്കിലും, അതിൻ്റെ പേരിൽ സാമ്പത്തികമായ കടങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരവസ്ഥയാണെങ്കിൽ അവർക്കെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി, ആഹാരം മുട്ടിപ്പോകുന്നൊരവസ്ഥ, കാര്യം വരുമാനം നഷ്ടമാകുന്നൊരവസ്ഥ, നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള അതിദാരുണവും ദുരന്തപരമായ ജീവിതാവസ്ഥകളിലേക്കെല്ലാം വേദനിക്കുന്നവരെ ഈ നിമിഷം കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ പഠിക്കാൻ പോയി നിൽക്കുന്ന വ്യക്തിയാകാം നീ, അതിനുവെച്ചാൽ വർക്കാണ്, അതുപോലെ തന്നെ ജോലിയും, അതുപോലെ തന്നെ പഠിത്തവും ജോലിയുമായിട്ടുള്ള വിഷയമായിട്ട് പോയിരിക്കുന്ന വ്യക്തിയാകാം നീ. പക്ഷേ നീ മുന്നോട്ട് നിൽക്കുമ്പോൾ നിൻ്റെ ജീവിത വരുമാന മാർഗ്ഗങ്ങളെല്ലാം മുട്ടുന്ന പോലെയും കുമ്പടയുന്ന പോലെയും തോന്നുന്ന വ്യക്തിയാകാം നീ. അവിടെ എല്ലാം കർത്താവ് ഇപ്പോൾ സ്പർശിച്ചുകൊണ്ട്, ഇതെല്ലാം ദർശനത്തിലൂടെ വരുന്നതാണ്. അരി ഇപ്പോൾ വന്നതാണ്. അരി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ആഹാരമാണ്. ആഹാരം എന്ന് പറയുമ്പോൾ ജീവിത മാർഗ്ഗമാണ്. ജീവിതമാർഗ്ഗം എന്ന് പറയുമ്പോൾ ജോലിയുടെ തടസ്സങ്ങൾ, വിദ്യാഭ്യാസ തടസ്സങ്ങൾ, അതുപോലെ തന്നെ ശമ്പളം കിട്ടാത്തവരുണ്ടാകും.
ഇതുവരെ കമ്പനിയിൽ നിന്ന് ശമ്പളം കിട്ടണില്ല, അതുകൊണ്ട് വീട്ടിലോട്ട് കൊടുക്കാൻ പറ്റാത്തവരുണ്ടാകും. അതുപോലെ തന്നെ ശമ്പളം അത് നിൻ്റെ വിത്തുകളുടെ വെച്ചിരിക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ നിനക്ക് നിൻ്റെ ജീവിതത്തിന് നിൻ്റെ കുടുംബത്തിൻ്റെ കഴിച്ചിന് ആവശ്യമായ വരുമാനം കിട്ടാത്തവരുണ്ടാകും. അതുപോലെ തന്നെ നിൻ്റെ കമ്പനി പൂട്ടാൻ പോകുന്ന അവസ്ഥയാകാം. ആ കമ്പനി പൂട്ടാൻ പോകുന്ന അവസ്ഥയാകുമ്പോൾ തന്നെ അതിന് തന്നെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയാകാം. വേറെ എവിടെ പോകണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാകാം. ചിലപ്പോൾ നിൻ്റെ വിസയ്ക്ക് വിത്തുകളുടെ ആകാം, അല്ലെങ്കിൽ പിടിച്ചു വച്ചിരിക്കണാകാം, അല്ലെങ്കിൽ അക്കാമ പിടിച്ചു വച്ചിരിക്കണാകാം, അല്ലെങ്കിൽ റിന്യൂ ചെയ്യാത്ത കേസാകാം, ചിലപ്പോൾ റിന്യൂ ചെയ്യാത്ത കേസാകാം. അപ്പം അങ്ങനെയുള്ള എല്ലാ അരിയോട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കർത്താവ് ഏറ്റെടുക്കണമെന്ന സൂചനയാണ്. ശ്രുതികടെ ഹല്ലേലൂയ. വലിയ സന്ദേശം തന്നതിന്